നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെയൊക്കെ വാർത്തകളിലേക്ക് ജാഗ്രതയിലേക്ക്. കേരളത്തെ പിടിച്ചുലച്ച് പത്തനംതിട്ട പീഡനം. പത്തനംതിട്ട പീഡന കേസിൽ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. കേസിൽ കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു. പന്തളം, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ ഒരു കേസ് വീതം എടുത്തതോടെ എഫ്ഐആറുകളുടെ എണ്ണം കൂടുകയാണ്. കേസിൽ ഇതുവരെ 28 പേരാണ് പിടിയിലായത്. വി വിനോദ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. വിനോദ് അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്, ഓരോ ദിവസവും ഇങ്ങനെ എഫ്ഐആറുകളുടെ എണ്ണം കൂടുന്നു. നേരത്തെ റാന്നി, കോന്നി, ഇലവന്തിട്ട, പത്തനംതിട്ട സ്റ്റേഷനുകളിൽ ഒക്കെ എഫ്ഐആർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പന്തളത്തും ഒപ്പം മലയാലപ്പുഴയിലും കൂടി കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. ഇതിന്റെ ഒരു വ്യാപ്തി ഓരോ ദിവസവും കൂടി വരികയാണ്. ശ്രീജ, തീർച്ചയായും വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെയുള്ള ബുള്ളറ്റിനിലൊക്കെ സൂചിപ്പിച്ചതുപോലെ സൂര്യനെല്ലി കേസ് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളം അത്ര കണ്ട് ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു സംഭവമാണ്. 13 വയസ്സ് മുതൽ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു. ഇപ്പോൾ 18 വയസ്സുണ്ട്. ഇക്കാലം അത്രയും ഏതാണ്ട് 62 പേർ ഈ കുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴിയായി നൽകിയിട്ടുള്ളത്. ഇതിൽ 36 പേരെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. 28 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ കേസിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നത്, 3 പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികൾ പോലും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ആദ്യം പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു 16-കാരനാണ് സൗഹൃദം സ്ഥാപിക്കുകയും അന്ന് പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നത്. ആദ്യം അങ്ങനെ ഒരു പീഡനത്തിന് ഇരയാക്കുന്നത്. തുടർന്ന് മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു, അത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് തുടർന്ന് ഉള്ള പീഡനങ്ങൾ. ഇത് ഓട്ടോ ഡ്രൈവർമാരുടെ കൈകളിൽ വരെ എത്തുന്നുണ്ട്. ഓട്ടോ ഡ്രൈവർമാരും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ആളുകളും ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാവുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ വർഷം ജനുവരി ഏറ്റവും ഒടുവിലത്തെ പീഡനം നടക്കുന്നു. CWCയുടെ കൗൺസിലിംഗിലാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രതികളിൽ പലരും ഇപ്പോൾ വിദേശത്താണ്. അവരെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. മലയാലപ്പുഴയിലും അതോടൊപ്പം തന്നെ പന്തളത്തുമായി പുതിയ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ 18 എഫ്ഐആറുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആകെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റുകൾ നടന്നതും. കഴിഞ്ഞ ദിവസം 6 പേർ അറസ്റ്റിലായി. ഇവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പെൺകുട്ടിയെ പലപ്പോഴായി ഓട്ടോയിലെത്തിയവരും ആളൊഴിഞ്ഞ പ്രദേശത്ത് ഓട്ടോയിലെത്തിയവരും കാറിൽ കയറ്റിക്കൊണ്ടുപോയവരും ഒക്കെയുമുണ്ട്. ഇതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ +2 വിദ്യാർത്ഥി മുതൽ ഓട്ടോ ഡ്രൈവർമാർ വരെയുള്ള ഒരു വലിയ ശൃംഖലയാണ്. ചില ഈ പ്രതികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. 62 പേർ എന്ന് പെൺകുട്ടി മൊഴി നൽകിയെങ്കിലും ഒന്നിൽ കൂടുതൽ തവണ ഒരാൾ തന്നെ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടോ, പലയിടങ്ങളിലായി കൊണ്ടുപോയോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അക്കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതുവരെ 28 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 36 പേരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അവരെ പിടികൂടുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ഈ കേസിൽ ഒരുപക്ഷെ നമ്മൾ കരുതുന്നതിലും വലിയ വ്യാപ്തിയിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ 2 എഫ്ഐആറുകൾ കൂടി രജിസ്റ്റർ ചെയ്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ പ്രതികളെ അതേസമയം എങ്ങനെ പിടികൂടുമെന്നതിനെ സംബന്ധിച്ച് പോലീസിനും വലിയ ആശങ്കകളുണ്ട്. വരും മണിക്കൂറുകളിലും നമുക്ക് ഈ വാർത്ത ഫോളോ അപ്പ് ചെയ്യാം. പ്രധാനപ്പെട്ട വാർത്തകൾ പത്തനംതിട്ടയിൽ നിന്ന് വിനോദ് തന്നെ നൽകും. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി ഇന്ന് തുറന്ന് പരിശോധിക്കും. RDOയുടെ സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം അതിനകത്തുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൈമാറും. നെയ്യാറ്റിൻകര ആറാൽമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് കല്ലറ പൊളിക്കാൻ തീരുമാനമായത്. വി അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇത് ഒരു സാങ്കേതികമായ നടപടിക്രമം വൈകിയതുകൊണ്ട് ഇന്ന് രാവിലത്തേക്ക് എത്തിയതാണ്. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ സമാധി എന്ന് പറയുന്ന ഇവർ പറയുന്ന ഈ വേർഷൻ ഇത് ഉള്ളതാണോ എന്നതാണ്. കാരണം നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം കുറെ നാളായി കിടപ്പുരോഗിയായിരുന്നു എന്നത്. ഇതിലൊരു ദുരൂഹത ഇതോടുകൂടി നീങ്ങുമോ? തീർച്ചയായിട്ടും തീർത്തും ആർക്കും അത്ര എളുപ്പം ദഹിക്കാൻ കഴിയാത്ത ഒരു
നിലപാടാണ്, വാദമുഖങ്ങളാണ് ഇയാളുടെ മക്കൾ പറയുന്നത്. BP-യുടെ മരുന്നും കഴിച്ച് കഞ്ഞിയും കുടിച്ച് സമാധിയാകാൻ വേണ്ടി ഇവിടേക്ക് പോയി എന്നൊരു വെളിപ്പെടുത്തലാണ് അവർ നടന്നത്. തീർത്തും പോലീസ് അത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. അതിനുള്ളിൽ ഈ സമാധി ഇരുന്നു എന്ന് പറയുന്ന അതിനുള്ളിൽ ഖബറിനുള്ളിൽ ഇപ്പോൾ മൃതദേഹമുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇന്നത് തുറന്ന് പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു ബോഡി അതിലുണ്ടെങ്കിൽ, ഈ ഗോപൻ എന്ന് പറയുന്ന ആളുടെ മൃതശരീരം അതിലുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യും. അല്ലെങ്കിൽ എന്താണ് സംഭവിച്ച കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തും. ജില്ലാ കളക്ടർക്ക് ഇന്നലെ RDO റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് അത് തുറന്ന് പരിശോധിക്കാം. രാവിലെ മാത്രമേ എപ്പോൾ തുറക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ. തുറന്ന് പരിശോധിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതിനകത്ത് മൃതദേഹം ഉണ്ടാവുമെന്ന് പരിശോധിക്കണം. അങ്ങനെയെങ്കിൽ മൃതദേഹമുണ്ടെങ്കിൽ ജീവനോടെയാണോ ഇയാളെ അതിനിൽ കുഴിച്ചു മൂടിയത്, അല്ലെങ്കിൽ മരിച്ച ശേഷമാണോ മൃതദേഹം അവിടേക്ക് മാറ്റുന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതും. തീർത്തും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സമാധിയാകാൻ അച്ഛൻ ആഗ്രഹിച്ചു, അങ്ങനെ സമാധിയായി എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ ഗോപൻ എന്നയാളുടെ മക്കൾ നടത്തുന്നത്. പോലീസ് അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഈ കല്ലറ തുറന്ന് പരിശോധിച്ച ശേഷമാകും അതിൽ കൃത്യമായ തീരുമാനത്തിലേക്ക് പോലീസ് നീങ്ങുക. ഒരുപക്ഷേ ഇയാളുടെ മക്കളെ അടക്കം പ്രതികരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരമൊരു സംശയമാണ് പോലീസ് ഇന്നിപ്പോൾ ലഭിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ ഈ കല്ലറയിലേക്ക് മാറ്റി എന്ന ഒരു വിലയിരുത്തൽ പോലീസിനുണ്ട്. അതൊക്കെ ഇന്ന് ഈ കല്ലറ തുറന്ന് പരിശോധന നടത്തുമ്പോഴാകും RDOയുടെ സാന്നിധ്യത്തിലാണ് ആ കല്ലറ തുറന്ന് പരിശോധിക്കേണ്ടത്. അതിനുശേഷമാകും എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. കേട്ടുകേൾവിയില്ലാത്ത വാർത്തകൾ പറയേണ്ടി വരുന്നത് നമുക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും അത് യുക്തിക്ക് നിരക്കാത്തത് കൂടി ആവുമ്പോഴാണ് അത് വാർത്താ പ്രാധാന്യം നേടുന്നത്. എന്തായാലും വീട്ടുകാർ പറയുന്ന അല്ലെങ്കിൽ മക്കൾ പറയുന്ന കഥയ്ക്കൊക്കെ എന്താണ് അടിസ്ഥാനം, അല്ലെങ്കിൽ അതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നത് ഇന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം അറിയാം. റഷ്യൻ അതിർത്തിയിൽ യുക്രൈൻ സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന വടക്കാഞ്ചേരി സ്വദേശി ജെയിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മോസ്കോയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ജെയിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. ജീവൻ തിരികെ ലഭിച്ചത് ഭാഗ്യം കൊണ്ടാണെന്ന് വാട്സ്ആപ്പ് സന്ദേശത്തിൽ ജെയിൻ പറയുന്നു. അതേസമയം ഒപ്പമുണ്ടായിരുന്ന ബിനിലിനെ സംബന്ധിച്ച ഒരു വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ, കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ TB എന്നിവർക്കാണ് റഷ്യൻ അതിർത്തിയിൽ ഉക്രൈൻ സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ ജെയിനെ ഉടൻ തന്നെ മോസ്കോയിലെ ആശുപത്രിയിലേക്ക് മാറ്റി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ടാണെന്നും ശബ്ദം വീണ്ടെടുത്തിട്ടില്ലെന്നും വ്യക്തമാക്കുന്ന ജെയിന്റെ സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. അതേസമയം ജെയിന്റെ ഒപ്പമുണ്ടായിരുന്ന ബിനിൽ TBയെ സംബന്ധിച്ച് ഇപ്പോഴും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇരുവരും അടുത്ത ബന്ധുക്കളാണ്. ഉയർന്ന ശമ്പളത്തിൽ ക്യാന്റീൻ ജോലിക്കെന്ന പേരിലാണ് സുഹൃത്തു മുഖേന ഇവർ റഷ്യയിലെത്തിയത്. കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് സേവനം കൂലിപ്പട്ടാളത്തിലാണെന്ന് യുവാക്കൾ തിരിച്ചറിഞ്ഞത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിൽ ഇവരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കവെയാണ് കഴിഞ്ഞ ദിവസം ഉക്രൈൻ സൈന്യത്തിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത്. ബിനിലിനെ കുറിച്ച് ഒപ്പമുണ്ടായിരുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. എംബസിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ അറിയിപ്പുകൾ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ബിനിലിന്റെ കുടുംബത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതും ഈ സാഹചര്യം തന്നെ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് തൃശൂർ സ്വദേശികളായ യുവാക്കൾ ജോലി തേടി റഷ്യയിലെത്തിയത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 2 പെൺകുട്ടികൾ കേരളത്തിന് എന്നും തീരാവേദനയാണ്. അതിൽ മൂത്ത കുട്ടി വിട പറഞ്ഞിട്ട് ഇന്ന് 8 വർഷം തികയുകയാണ്. 9ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായതായി പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. 2017-ലുണ്ടായ ഈ സംഭവത്തിൽ 8 വർഷത്തിന് ശേഷവും പ്രതികളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ ദുഃഖകരം. കേരളത്തിന്റെ മനസാക്ഷിയെ മുറിപ്പെടുത്തിയ സംഭവമായിരുന്നു വാളയാറിലെ 2 പെൺകുട്ടികളുടെ ദുരൂഹ മരണം. 2017 ജനുവരി 7-നാണ് അട്ടപ്പള്ളത്തെ വീട്ടിൽ 13 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2017 മാർച്ച് 4-ന് ഇതേ വീട്ടിൽ സഹോദരിയായ 9 വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് അന്ന് പാലക്കാട് ASP ആയിരുന്ന G പൂങ്കഴിലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 12-നാണ് മരിച്ച കുട്ടികൾ പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. സഹോദരിമാരുടെ മരണം ആത്മഹത്യയെന്ന് ചൂണ്ടിക്കാട്ടി 2019 ജൂൺ 22-ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ആ വർഷം ഒക്ടോബർ 9-നാണ് കേസിലെ ആദ്യ വിധി വന്നത്. 3-ാം പ്രതിയായ ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2019 ഒക്ടോബർ 25-ന് പ്രതികളായ V മധു, M മധു, ഷിബു എന്നിവരെയും കോടതി വെറുതെ വിട്ടിരുന്നു.
വാളയാർ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളെ പ്രതികളാക്കി സിബിഐ കുറ്റപത്രം നൽകിയിരുന്നു. ഇത് തള്ളിയ കോടതി വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ അന്വേഷണത്തിലാണ് മാതാപിതാക്കളെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകിയത്. കുട്ടികൾ ബലാത്സംഗത്തിനിരയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല. ഇക്കാരണത്താലാണ് മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിനു പുറമെ പോക്സോ വകുപ്പുകളും IPC വകുപ്പുകളും മാതാപിതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നേരത്തെ സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾ ശാരീരിക ചൂഷണത്തിനിരയായിരുന്നത് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നുവെങ്കിലും മാതാപിതാക്കളെ സാക്ഷികളാക്കുകയായിരുന്നു. അതേസമയം മക്കളുടെ മരണത്തിൽ CBI അന്വേഷണത്തിലൂടെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അവർ പറയുന്നു. അടുത്ത വ്യക്തിയിലെത്താൻ CBIക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അവർ അവസാന ഘട്ടമായിട്ട് ഒരു നാളികയുമായിട്ട് അവസാനമായിട്ട് അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനെയൊരു കുറ്റപത്രം കൊണ്ടുവന്നിരിക്കുന്നത്. 2017 മുതലേ കൊലപാതകമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കൊലപാതകത്തിനുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ചെറിയ മകളുടെ ഇതുണ്ട്. അപ്പോൾ അതിലൊന്നും ഇതില്ലാണ്ട് കേസ് അട്ടിമറിച്ചുകൊണ്ടേ നിൽക്കണം. ആദ്യം സോജം വന്നു, അട്ടിമറിച്ചു. പിന്നെ അനന്തകൃഷ്ണൻ വന്നു, കേസ് അട്ടിമറിച്ചു. ഇപ്പോൾ ഉമ വന്നു, അട്ടിമറിച്ചു. എല്ലാം കൂടി സർക്കാരും ജോസന്മാരൊക്കെ ഇത് കേസ് അട്ടിമറിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. 7 വർഷമായി രാഷ്ട്രീയ നിയമവൃത്തങ്ങളിൽ ഏറെ വിവാദമുയർത്തിയ വാളയാർ കേസ് CBIയുടെ അന്വേഷണ ചരിത്രത്തിലും പുതിയ അധ്യായമാണ്. CBIയുടെ ആദ്യ പോക്സോ കേസും CBI കോടതിയിൽ വിചാരണയ്ക്കെത്തുന്ന ഇത്തരത്തിലുള്ള ആദ്യ കേസും ഇതാണ്. മൂത്ത കുട്ടി മരിച്ചിട്ട് ഇന്ന് 8 വർഷം തികയുമ്പോഴും പ്രതികളിലേക്കെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് കള്ളാറിൽ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിച്ച് കയറുന്നതിനിടെ കിണറ്റിലേക്ക് വീണ യുവാവ് മരിച്ചു. കള്ളാർ അരിങ്കല്ല് സ്വദേശി പ്രസാദാണ് മരിച്ചത്. കുറ്റിക്കോലിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും രാജപുരം പോലീസും ചേർന്നാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. ചെറുപനത്തടിയിലെ അജിത്തിന്റെ വീട്ടിലെ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിച്ച് തിരിച്ചു കയറുന്നതിനിടെയായിരുന്നു സംഭവം. വയനാട്ടിൽ നിന്ന് വീണ്ടും ആശങ്കയുടെ വാർത്തയാണ്. പുൽപ്പള്ളി അമരക്കുനിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പ്രദേശവാസിയുടെ ആടിനെ കടുവ കടിച്ചുകൊന്നു. കടുവയ്ക്കായി കൂടുവെച്ച് വ്യാപകമായ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആടിനെ കൊന്നത്. ഇതോടെ ഒരാഴ്ചക്കിടെ കടുവ കൊന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം 3ആയി. കടുവയെ പിടികൂടാനാവാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. 12:30 നമ്മുടെ തൂപ്ര ദേവർഗത്ത റൂട്ടിലുള്ള ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലെ ആടിനെ കടുവ പിടിക്കുന്നവരുണ്ടായിട്ടുണ്ട്. രാത്രിയിൽ തന്നെ വനംവകുപ്പിനെ ഇവർ അറിയിച്ചതനുസരിച്ച് അവർ എത്തുകയും കൂട് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷെ കൂട്ടിൽ ജസ്റ്റ് കടുവ വരികയും കയറാതെ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളാകെ വലിയ ആശങ്കയിലാണുള്ളത്. അത് വനംവകുപ്പിനെ ബന്ധപ്പെട്ട അടിയന്തരമായി പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് കൂടുതൽ കയറാത്തവരുണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് പിടിക്കാനുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 6ാമത്തെ ദിവസമാണ് ഇന്ന് കടുവ അമരക്കുനിയിൽ മാറി ഇപ്പോൾ തൂപ്ര ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ തന്നെ നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. അനീഷ്, ഈ നമ്മളോട് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 6 ദിവസമായി അവർ ആശങ്കയുടെ മുൾമുനയിലാണ്. ഒരു സൈഡിൽ കുങ്കിയാനയൊക്കെ വെച്ച് ഇതിനെ പിടികൂടാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് വീണ്ടും കൂട്ടിൽ നിന്ന് ആടിനെ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഈ നാട്ടുകാർ ഇപ്പോൾ നടക്കുന്ന ഈ കടുവയെ പിടികൂടാനുള്ള പ്രവർത്തനങ്ങളിൽ തൃപ്തരാണോ? നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ കടുവയെ പിടികൂടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ആ പ്രദേശത്ത് തമ്പടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2 കൂടുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചിരുന്നു. ഈ കടുവയുടെ സാന്നിധ്യം
സ്ഥിരീകരിക്കപ്പെട്ട 2 ഇടങ്ങളിലായിരുന്നു കൂടുകൾ സ്ഥാപിച്ചത്. അതിനുശേഷം ഇന്നലെ മൂന്നാമതൊരു കൂട് കൂടി സ്ഥാപിക്കുകയും ചെയ്തു. എന്തായാലും ആദ്യഘട്ടത്തിൽ കടുവയുടെ സാന്നിധ്യം വ്യക്തമായെന്നും പിന്നീട് കടുവ കാട്ടിലേക്ക് പോയി എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ വീണ്ടും ഈ കടുവയുടെ ആക്രമണത്തിൽ ഈ ആട് വളർത്തുമൃഗം കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ കടുവയുടെ സാന്നിധ്യം അവിടെ തന്നെ ഉണ്ട് എന്നൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഒപ്പം അമരക്കുനിയിലെ ഒരു കാട്ട് പ്രദേശത്ത് ഒരുപാട് പൊന്തക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് ഈ കടുവയുടെ കാഷ്ടവും മറ്റു വിസർജ്യങ്ങളുമൊക്കെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ആ പ്രദേശത്തോട് ചേർന്ന ഒരിടത്ത് തന്നെ കടുവ ഉണ്ടാകും എന്നൊരു വിവരം തന്നെയാണ് അധികൃതർക്ക് നൽകാനുള്ളത്. ഇന്നലെ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരൊക്കെ സ്ഥലത്ത് തമ്പടിച്ചിരുന്നു. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് പല മേഖലകളിലും ഈ തെരച്ചിൽ സംഘം ദൌത്യസംഘം പരിശോധനകൾ നടത്തിയത്. പക്ഷേ ഇന്നലെ പകൽ മുഴുവൻ നീണ്ട പരിശോധനയിൽ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ ബന്ദിപ്പൂർ മേഖലയിലേക്കൊക്കെ ഈ കാട് അല്ലെങ്കിൽ കാട്ടിലേക്ക് തന്നെ കടുവ കയറിയിരിക്കുമെന്ന ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വളർത്തുമൃഗത്തെ കൂടെ കൊന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കേശവൻ എന്ന ആളുടെ ആടിനെയാണ് കൊന്നത്. അതുകൊണ്ട് തന്നെ കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കുങ്കിയാനകളെ 2 സ്ഥലത്ത് എത്തിച്ചിരുന്നു. വിക്രമനെയും കോന്നി സുരേന്ദ്രനും. ഈ കുങ്കിയാനകളും ഈ കടുവയ്ക്കായുള്ള തെരച്ചിലിനായി കാട്ടിലേക്ക് ആ പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം രാത്രിയിൽ ഈ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. കടുവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയാൽ അത് കൃത്യമായി ഈ തെർമൽ ഡ്രോണിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി എന്തായാലും അതുപയോഗിച്ചുള്ള പരിശോധനകൾ, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ എന്നിങ്ങനെ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചാണ് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്. താരതമ്യേന പ്രായമുള്ള കടുവയാണ്. ഒപ്പം ആരോഗ്യനില അത്ര തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള ഒരു കടുവയാണ് എന്ന ഒരു നിഗമനവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. നിലവിൽ കൂടുതൽ ആളുകളെ എത്തിച്ചുള്ള ഒരു തെരച്ചിൽ രീതിയിലേക്ക് തന്നെ പോകുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഈ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു കണക്കൂട്ടലാണുള്ളത്. മൂന്നാമത് പുതിയ കൂടുകൂടി സ്ഥാപിച്ചിരിക്കുന്നു. നേരത്തെ 2 കൂടുകൾ സ്ഥാപിച്ച ഇടങ്ങളിൽ നിന്നും ആ കൂടുകളുടെ ഒരു സ്ഥാനം ഈ കടുവയുടെ ഒരു മാറ്റം ദിശയനുസരിച്ച് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂടുകളിൽ എവിടെയെങ്കിലും കടുവ കുടുങ്ങും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അധികൃതർ ഉള്ളത്. ഷീജ. അനീഷ്, ഈ ആളുകൾക്ക് ഇപ്പോൾ വളർത്തുമൃഗങ്ങളാണ്, ഏതെങ്കിലും രീതിയിൽ അത് മനുഷ്യനെയും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലുള്ള ആശങ്ക ആളുകൾക്കുണ്ടോ? പ്രത്യേകിച്ച് കൂട്ടിൽ ഉള്ള ഒരു ആടിനെയൊക്കെ ആക്രമിക്കുമ്പോൾ ഈ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഇത് കാട്ടാനയുടെ കാര്യത്തിൽ വലിയ ആശങ്കയിൽ ആളുകൾ കഴിയുന്ന ഒരു സമയമാണ്. അങ്ങനത്തെ വാർത്തകൾ ഒരുപാട് വരുന്ന സമയമാണ്. അപ്പോൾ ആളുകൾക്ക് അത് ഒരു ജീവനിലേക്കുള്ളൊരു ഭീഷണി എന്ന തലത്തിൽ ആളുകൾ ഇപ്പോൾ ഒരു പേടി അവരിലേക്ക് കയറിയിട്ടുണ്ടോ? തീർച്ചയായും നാട്ടുകാർക്ക് പേടിയുണ്ട്. കാരണം ഇപ്പോൾ ഈ വിളവെടുപ്പ് കാലമാണ്. പ്രത്യേകിച്ചും ഈ കാപ്പിയും കുരുമുളകും ഒക്കെ വിളവെടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കൃഷിയിടങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ആളുകൾ എത്തി ഈ വിളവെടുത്ത് കൊണ്ടുപോകുന്ന സമയം. ഇപ്പം തൊഴിലുറപ്പ് ജോലികൾ ഈ മേഖലയിൽ ഏറ്റവും സജീവമായി നടക്കുന്ന കാലം. കാരണം ഈ വിളവെടുപ്പ് കാലത്താണ് ഒരുപാട് ജോലികളിൽ ആളുകൾ വ്യാപൃതരാകുന്നത്. മറ്റ് സീസണുകളിൽ ഒരുപക്ഷെ കാര്യമായ ജോലി ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നല്ല രീതിയിൽ ജോലി നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കൂടുതൽ സ്ത്രീകളടക്കമുള്ള ആളുകൾ കാട്ടിലേക്കും ഈ കൃഷിയിടങ്ങളിലേക്കുമൊക്കെ പോകുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെ ഈ കടുവയുടെ ഒരു ഭീഷണി ഉയർന്നിരിക്കുന്നത് വലിയ ഭീതിയാണ് ഈ മേഖലകളിൽ ജനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കടുവയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കടുവയെ തെരച്ചിൽ നടത്തണമെന്ന, കടുവയെ ഈ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും മറ്റുമൊക്കെ ആദ്യം ഈ കടുവാശല്യം ഉണ്ടായപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്ന അടക്കമുള്ള സമരങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു തുടർച്ച എന്നവണ്ണമാണ് വനംവകുപ്പ് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കാൻ തീരുമാനിക്കുകയും കൂടുകൾ 2 ഇടങ്ങളിലായി സ്ഥാപിക്കുകയും ഡോക്ടർ അരുൺ സക്രിയെ പോലുള്ള വിദഗ്ധരെ തന്നെ സ്ഥലത്തെത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ആളുകൾക്കും ഒരു വലിയ ഭീതിയുടെ അന്തരീക്ഷം തന്നെയുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ ആദ്യം വളർത്തുമൃഗങ്ങളെ കൊന്ന സമയം മുതൽ തന്നെ ഒരു ജാഗ്രത ഈ മേഖലകളിൽ പാലിക്കുന്നുണ്ട്. ആളുകളും മറ്റുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടമായും ഒപ്പം അവർ കൈവശം അടികരുത് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളൊരു സ്വയം പ്രതിരോധം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്കറിയാം, ഒരു കടുവയുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടാൽ അതൊക്കെ തികച്ചും നിഷ്പ്രഭമാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും മറ്റുമൊക്കെ ഈ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുറത്തേക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്കും
കൃഷിയിടങ്ങളിലേക്കും പോകുമ്പോൾ ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനകം നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഈ മേഖലകളിലെ ജനങ്ങൾക്കൊരു ആശ്വാസം നൽകുന്നുണ്ട്. കാരണം രാത്രിയുമൊക്കെ ഈ ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ കടുവയുടെ ഭീതി ഉണ്ടായിരുന്ന ഇടങ്ങളിൽ അവർ പരിശോധനകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഒരു തരത്തിലൊരു ആശ്വാസമാണെങ്കിൽ പോലും ഈ വിളവെടുപ്പ് കാലത്ത് ഈ കടുവ വന്നിരിക്കുന്നത് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നത്. ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നാവാം ഈ കടുവ ഇവിടേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഫോറസ്റ്റിന്റെ കണക്കുകൂടൽ. കാരണം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കടുവയല്ല. അതുകൊണ്ട് തന്നെ ഒരു അപരിചിതനായ കടുവ അല്ലെങ്കിൽ പുറത്തുനിന്ന് എത്തിയിരിക്കുന്ന ഒരു കടുവ പ്രായമുള്ള അവശനായ അല്ലെങ്കിൽ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളുള്ള ഒരു കടുവ എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുമ്പോഴാണ് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഒരു ആടിനെ കടുവ കടിച്ചു കൊന്നത്. തൃശൂർ പീച്ചിയിൽ നിന്നും വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു. പട്ടിക്കാട് സ്വദേശിനി അലീനയാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണമുണ്ടായത്. 3 പേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൊല്ലം കടപ്പാക്കടയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കടപ്പാക്കട ഭാവനാനഗർ സ്വദേശി 41-കാരനായ ഫിലിപ്പാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്തും അയൽവാസിയുമായ മനോജിനെ പോലീസ് പിടികൂടി. വളർത്തുനായെ കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്തതോടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഫിലിപ്പ് വീട്ടിലെ വളർത്തുനായുമായി പുറത്തേക്ക് പോയ സമയത്ത് റോഡരികിൽ നിന്ന മനോജ്, ജോൺസൺ, റാഫി എന്നിവർ നായയെ കല്ലെറിഞ്ഞു. ഇത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണം. ഫിലിപ്പുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടതോടെ 3 പേരും ഫിലിപ്പിനെ മർദ്ദിച്ചതായാണ് വിവരം. താഴെ വീണ ഫിലിപ്പിനെ മനോജ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് നെഞ്ചിന്റെ വലതുഭാഗത്ത് കുത്തുകയും രക്തം വാർന്ന് അബോധാവസ്ഥയിലാകുകയും ചെയ്തു. ഫിലിപ്പിനെ കൊല്ലം സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന ജോൺസൺ എന്ന ആൾക്ക് കൈക്ക് പരിക്ക് പറ്റി പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. മനോജിനെ പോലീസ് പിടികൂടി. ഓടി രക്ഷപ്പെട്ട റാഫിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കൊല്ലം ഈസ്റ്റ് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. കായംകുളത്ത് ദേശീയപാതയിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞു. ഇന്ധന ചോർച്ചയില്ല. കൊറ്റംകുളങ്ങരയിലാണ് അപകടം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, എങ്ങനെയാണ് അപകടമുണ്ടായത്? എല്ലാ സ്ഥിതിഗതികൾ തീർത്തും നിയന്ത്രണ വിധേയമല്ലേ? ശ്രീജ, മറ്റ് അപകട സാധ്യതകൾ നിലവിലില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30യോടെയാണ് കായംകുളം കൊറ്റംകുളങ്ങര ജംഗ്ഷനിൽ വെച്ച് ഇങ്ങനെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഒരു അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നുള്ളതാണ് സൂചന. പക്ഷേ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന റോഡിനോട് ചേർന്നുള്ള കാണയുടെ ഭാഗത്തേക്കാണ് വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം താഴ്ന്നു പോയതായി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ടാങ്കർ 18 ടൺ വാതകം നിറച്ച ഗ്യാസ് നിറച്ച ടാങ്കറിന്റെ ഭാഗം റോഡിന്റെ അരികിലേക്ക് വാഹനത്തിൽ നിന്ന് വിട്ടുപോയി കിടക്കുകയാണ്. മറ്റ് അപകട സാധ്യതകളില്ല എന്നുള്ളതാണ്. കൊല്ലത്തെ IOC പ്ലാന്റിലേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സ്ഥലത്ത് 2 യൂണിറ്റ് ഫയർഫോഴ്സും പോലീസും ഉണ്ട്. മറ്റ് ലീക്കിങ്ങോ അതായത് വാതക ചോർച്ചയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ശരി, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാലും വലിയൊരു അപകടം തൽക്കാലം ഒഴിവായിട്ടുണ്ട്.